അജ്മീർ ദർഗയിലെ പരിശോധന നിർത്തിവെക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ദർഗ ക്ഷേത്രമെന്ന തരത്തിലുള്ള അവകാശവാദം നല്ലതല്ല. രാജ്യത്തെ ഐക്യവും സന്തോഷവും തകർക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ. നേരത്തെയുള്ള നിയമങ്ങൾ തുടരണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24 പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. മാവലി മസ്ജിദിൽ നിന്ന് തുടങ്ങി മസ്ജിദിൽ വന്നു. ഇപ്പോൾ അജ്മീർ ദർഗ ശരീഫിലും വന്നു കഴിഞ്ഞിട്ടുള്ള ഈ അവകാശവാദം ഒരിക്കലും ശ്ലാഘനീയമല്ല. മാത്രമല്ല, ഈ രാജ്യത്ത് നടന്നു വരുന്ന ഐക്യവും സന്തോഷവും തകർക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നേരത്തെയുള്ള നിയമമനുസരിച്ച് തന്നെ എല്ലാം തുടർന്നു പോവുകയും ഇത്തരം പരിശോധനകൾ എല്ലാം നിർത്തിവെക്കുകയും ചെയ്ത് രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭരണാധികാരിമാരും ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാതെ അതിന് വിരുദ്ധമായി ഇങ്ങനെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നാൽ രാജ്യത്തുള്ള സമാധാനം തകരുകയും ജനങ്ങൾ തമ്മിൽ അടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മറ്റെന്ത് കാര്യങ്ങളാണ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്? സമാധാനം പുലരണം എന്നാണല്ലോ ഉസ്താദ് പറയുന്നത്. ഉസ്താദ് അത് തന്നെയാണ് SKN. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇസ്ലാം മത പണ്ഡിതൻ വളരെ കൃത്യമായി പറയുകയാണ്, ഇത്തരം പരിശോധന പ്രത്യേകിച്ചും ഇത് അജ്മീറിൽ മാത്രമല്ല, പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. ഇതിൻ്റെ പേരിൽ നിലവിൽ രാജ്യത്തുള്ള സമാധാനം, ഐക്യം ഇതില്ലാതാകും. ഇതില്ലാതാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന അടിയന്തരമായി നിർത്തിവെക്കണം എന്ന ആവശ്യമാണ് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളോടും ഭരണാധികാരികളോടും ഈ ഒരു ആവശ്യം, ഈ ഒരു അഭ്യർത്ഥനയായി മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം നിലവിലുള്ള ഐക്യത്തെ, നാടിൻ്റെ ഐക്യം, മാത്രവുമല്ല അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത്, ഇന്ത്യക്ക് വിദേശത്ത് പോലും ഒരു ഐക്യമുള്ള മതേതര സ്വഭാവമുള്ള ഒരു രാജ്യമെന്ന രീതിയിലാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. അത് അറബ് രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്ക് അത്രയും സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത പെട്ടെന്നില്ലാതെ പോകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അറബ് രാജ്യങ്ങളിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യത ഇത്തരത്തിൽ ഒരു പള്ളിയിലേക്ക് കേന്ദ്രീകരിച്ച് പരിശോധന, അതിൽ അവകാശവാദ തർക്കം, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ മതേതര സ്വഭാവം നഷ്ടപ്പെടുകയും അറബ് രാജ്യങ്ങളിൽ നിരവധി പേർ മലയാളികളും ഇന്ത്യക്കാരും ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ പ്രതികൂലമായി വരും. ഇന്ത്യയുടെ പേര് നഷ്ടപ്പെടും. അതിനൊപ്പം തന്നെ ഇന്ത്യക്കകത്തെ ഐക്യമില്ലാതാകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ പരിശോധന നിർത്തിവെക്കുകയും ഒപ്പം എല്ലാ സർവകക്ഷി രാഷ്ട്രീയ സംഘടനകളും മറ്റ് ഭരണാധിപന്മാരും ഈ സമാധാനവും ഐക്യവും ഉറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്കായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം 24 മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. SKN. താങ്ക് യു ദീപക് ധർമ്മടം.